ശിശുക്ഷേമ സമിതിയിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ പ്രതിഷേധക്കാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഗോകുൽനാഥ് അവിടെ നിന്ന് ചേർന്നുണ്ട്. ഗോകുൽ, സ്ഥലത്തിപ്പോൾ സംഘർഷാവസ്ഥയാണോ? കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമൊക്കെയാണ്. സന്ധ്യ, സംസ്ഥാന ശിക്ഷണ സമിതിയുടെ സെക്രട്ടറിയെ കാണണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ വളരെ പെട്ടെന്ന് തന്നെ ഇരമ്പി എത്തുകയായിരുന്നു ശിക്ഷണ സമിതിയുടെ തൈക്കാട് ഓഫീസിലേക്ക്. ഇവിടെ ഏറെക്കുറെ 150-ലധികം കുട്ടികൾ പഠിക്കുകയും താമസിക്കുകയും ചെയ്യുന്ന കെട്ടിടങ്ങളാണ് ഉള്ളത്. എന്തായാലും അവിടേക്കാണ് വളരെ അധികം പ്രവർത്തകർ ഇരമ്പി എത്തിയിട്ടുള്ളത്. എന്തായാലും ഇവർ ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കുട്ടിക്ക് ആക്രമണം നേരിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 2 ദിവസം മുൻപ് ഈ പരാതി എടുത്തിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാന ചോദ്യം. ഒപ്പം 7 പേർക്കെതിരെ എന്തുകൊണ്ട് ശിക്ഷണ സമിതി നടപടിയുമായി മുൻപോട്ട് പോകുന്നു എന്നുള്ളൊരു പ്രധാന ചോദ്യം കൂടെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ 7 പേർക്കെതിരെ നടപടി എടുക്കേണ്ടതിന്റെ ആവശ്യം ശിക്ഷണ സമിതിക്കില്ല. മറിച്ച് ഒരാളാണ് കുട്ടിയെ ആക്രമിച്ചതെങ്കിൽ ആക്രമിച്ച ആൾക്കെതിരെ മാത്രം പരാതിയുമായി മുൻപോട്ട് പോയാൽ മതിയായിരുന്നു. ഇതിലൊക്കെ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. പലപ്പോഴും 7 പേർക്കെതിരെയൊക്കെയാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് പോലീസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരല്പം മുൻപാണ് ഇത്തരത്തിൽ 30ഓളം കോൺഗ്രസ് പ്രവർത്തകർ ഇരമ്പിയെത്തി സംസ്ഥാന ശിക്ഷണ സമിതിയുടെ ഓഫീസിന് മുൻപിലേക്ക് എത്തുന്നത്. തുടർന്ന് ഈ അന്വേഷണം കൂടുതൽ ശക്തമായും സുസജ്ജമായും പോകേണ്ടതുണ്ട്. ശിക്ഷണ സമിതി ഇത്തരത്തിൽ ഈ നടപടികളുമായി മുൻപോട്ട് പോകുമ്പോൾ പോലും 2 ദിവസം ഈ കേസ് വൈകി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. അതേ തുടർന്നാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രവർത്തകർ ഇരമ്പി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകർക്ക് പറയാൻ കുറേയേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും പ്രതികരണത്തിലേക്കൊക്കെ തന്നെ പോകാം. എന്താണ് അവർക്ക് പറയാനുള്ളതെന്നുള്ള കേൾക്കാം. എല്ലാ ദിവസവും നടത്തേണ്ടതാണ്. എന്നാൽ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നുള്ള പരിശോധന പോലും നടത്താതെ ഈ പരാതി അല്ലെങ്കിൽ ഈ കൃത്യം മറച്ചു വയ്ക്കാൻ ഇവിടുത്തെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ നിന്നു എന്നുള്ളതാണ്. സന്ധ്യ, സെക്രട്ടറിക്ക് അടക്കം എതിരെയാണ് ആരോപണങ്ങൾ ഈ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. സെക്രട്ടറിക്ക് അടക്കം ഈ വിഷയത്തിൽ പങ്കുണ്ടെന്നുള്ള കാര്യങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. അതേ തുടർന്നാണ് ഇവരിപ്പോൾ പ്രതിഷേധവുമായി മുൻപോട്ട് പോകുന്നത്. കാരണം പ്രതിഷേധം ആയിട്ട് മുൻപോട്ട് പോകുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ ഒരാഴ്ച മുമ്പ് 2 ദിവസം മുൻപ് അറിഞ്ഞ കാര്യം, അതുകൊണ്ട് ആ സമയത്ത് പോലും പരാതിയുമായിട്ട് എന്തുകൊണ്ട് മുൻപോട്ട് പോയില്ല, അല്ലെങ്കിൽ അത് വൈകിയിട്ടുണ്ട്. വൈകിയതിൽ ശിക്ഷണ സമിതി അധ്യക്ഷനും ഇത്തരത്തിൽ സ്വാഭാവികമായിട്ടും കൃത്യമായി മുൻപോട്ട് നടപടികൾ പോകേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് പോയിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. അത് തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ 30-ലധികം പ്രവർത്തകരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഇവരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി മുൻപോട്ട് പോകുന്നത്. എന്തായാലും പ്രവർത്തകർ തന്നെ നമ്മോടൊപ്പം പ്രതികരണവുമായി ചേരുന്നുണ്ട്. നിരന്തരമായ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 98 കുട്ടികളും 100ഓളം ജീവനക്കാരുമുള്ള സ്ഥാപനമാണ്. കുട്ടികളെക്കാൾ കൂടുതൽ ജീവനക്കാരുണ്ടായിട്ട് കൃത്യമായിട്ട് എല്ലാ ദിവസവും പരിശോധന നടത്തുന്നതിൽ ഈ ഭരണസമിതിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ജീവനക്കാർക്കെതിരെ നേരത്തെ തന്നെ നടപടി സ്വീകരിച്ചിട്ടും പരാതി കൊടുക്കാൻ വൈകി. ആ പരാതി മുക്കിവെക്കാൻ ഇവിടുത്തെ സെക്രട്ടറി ഇടപെട്ടു. സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പരാതി മുക്കിവെക്കുകയും അവസാനം ഗത്യന്തരമില്ലാതെ ഈ കൃത്യം പുറത്തു വരികയും ഉണ്ടായത്. ഈ മാധ്യമങ്ങളെല്ലാം ഇടപെട്ടതിന് ശേഷമുള്ള ഇടപെടലിന് ശേഷമുള്ള നടപടികളാണ് നമ്മൾ പിന്നീട് കാണുന്നത്. ഈ സമിതി കൃത്യമായി കുട്ടികളെ പരിശോധിക്കുന്നില്ല. ഇത്രയധികം ജീവനക്കാരുണ്ടായിട്ട് പോലും കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ ഉത്തരവാദിത്വം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി വീണ ജോർജിനടക്കം ഇതിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകും. ഒരു തർക്കവുമില്ല.